രമേശ് ചെന്നിത്തല നമ്മോടൊപ്പമുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം. ശ്രീ രമേശ് ചെന്നിത്തല സ്വാഭാവികമായും ഒരു ദീർഘകാലമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിൽ എങ്ങനെയാണ് താങ്കളുടെ അവസാന വിലയിരുത്തൽ? ഞാൻ നികേഷ് കഴിഞ്ഞ 1.5-2 മാസമായി തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഏതാണ്ട് 3 തവണ സഞ്ചരിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ വിലയിരുത്തൽ UDFന് അനുകൂലമായ ശക്തമായ ഒരു വികാരം ജനങ്ങളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വികാരം ശക്തമാണ്, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായ വികാരവും ശക്തമാണ്. ഈ 2 ഘടകങ്ങളും UDFന് വളരെ അനുകൂലമാണ്. തന്നെയുമല്ല, നരേന്ദ്രമോദിക്കെതിരെ NDA ഗവൺമെൻറ് അധികാരത്തിൽ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലെ 90% ജനങ്ങളും. അപ്പോൾ അവർക്ക് രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ 40 സീറ്റിൽ താഴെ മത്സരിക്കുന്ന CPMന് വോട്ട് ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന വിശകലനത്തിൽ അവരെത്തിച്ചേരുകയാണ്. അതുകൊണ്ട് കോൺഗ്രസും UDFും വോട്ട് ചെയ്താൽ മോഡിക്കെതിരായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് ജനങ്ങൾക്കുള്ളത്. അത് വളരെ പ്രകടമാണ്. വളരെ പ്രകടമായി തന്നെ അത് നമുക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 20 സീറ്റും UDFന് കിട്ടുന്ന ഒരു അവസ്ഥാവിശേഷം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം നിങ്ങൾ പറയും, കഴിഞ്ഞ തവണ ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധിയുടെ വരവുണ്ടായി, ഇതെല്ലാം പറയും. ഇപ്പോൾ അതിനേക്കാൾ ശക്തമായ വികാരം ജനങ്ങളിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ മോഡിയുടെ ഒരു പ്രസ്താവന കൂടി വന്ന ശേഷം അത് വളരെ പ്രകടമാണ്. പിന്നെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോഴും UDF വളരെ മുന്നിലാണ്. അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശ്രീ രമേശ് ചെന്നിത്തല, നോക്കൂ, താങ്കളുടെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള K. കരുണാകരനൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ സാമൂഹിക ഘടകങ്ങളും പരസ്യ പിന്തുണ UDFന് പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുണ്ടായിരുന്നു എന്നുള്ള നമ്മൾ കാണേണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ UDFന് ഇല്ലേ? യഥാർത്ഥത്തിൽ അത് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു പോകുന്നു, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വോട്ട് വിഭജിക്കപ്പെട്ടു പോകുന്നത് ഗുണകരമാവുമോ? നികേഷ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 3 മാസമായി ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ്. പക്ഷേ നാളെ രാവിലെ 7 മണിക്ക് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വേണ്ടി സുസംഘടിതമായി UDF ചെയ്യാൻ പോവാണ്. ഒരു തരത്തിലുമുള്ള വേവറിങ് അവരുടെ ഇടയിലില്ല. കാരണം മോഡിക്കെതിരെ ശക്തമായി നിൽക്കാൻ കഴിയുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണെന്നും നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണെന്നും വ്യക്തമായ ധാരണയോടുകൂടി ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഞാനത് ഉറപ്പിച്ചു പറയുന്നു. ജൂൺ 5-ാം തീയതി തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. ശ്രീ രമേശ് ചെന്നിത്തല, ശരിയാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായിട്ടുള്ള ജനവികാരമുണ്ടാകും, ഭരണവിരുദ്ധ വികാരം UDFന് വോട്ടാകും എന്നതായിരിക്കും ഒരുപക്ഷെ UDF ആഗ്രഹിക്കുന്നുണ്ടാവുക. ചില സർവേകളിലൊക്കെ തന്നെയും ഭരണവിരുദ്ധ വികാരത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ 19 MP-മാർ UDFൻ്റേതായിരുന്നു, 18 പേർ ഇപ്പോഴും തുടരുന്നുണ്ട്. 18 പേർക്കെതിരായിട്ടുള്ള വികാരമുണ്ട് എന്നാണ് LDF അവകാശപ്പെടുന്നത്. 1. 2, കേരളത്തിലെ പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടിയാകില്ലേ ഇത്? VD സതീശനാണ് പുതിയ പ്രതിപക്ഷ നേതാവ് താങ്കൾക്ക് ശേഷം. ആ നിലയിലുള്ള വിലയിരുത്തൽ കൂടി ഉണ്ടാവുമ്പോൾ അത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. തെറ്റുണ്ടോ?
ആ പ്രതീക്ഷ ആസ്ഥാനത്താണ്. കാരണം കേരളത്തിലെ 18 എംപിമാരെയും കൊള്ളരുതാത്തവരാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾ മണ്ടന്മാരൊന്നും അല്ലല്ലോ. മോഡിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിപക്ഷത്തിന്റെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ കേരളത്തിലെ 18 എംപിമാരും ഉണ്ടായിരുന്നു. എത്ര പേരെ സസ്പെൻഡ് ചെയ്തു, എത്ര തവണ സസ്പെൻഡ് ചെയ്തു. മോഡിക്കെതിരെ സംസാരിക്കാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനും വളരെ പ്രാഗൽഭ്യത്തോടെ തന്നെ ഞങ്ങളുടെ എംപിമാർ പ്രവർത്തിച്ചത് ലോകം മുഴുവൻ കണ്ടതല്ലേ. അപ്പം അത് CPM-ന്റെ ഒരു പ്രചരണമാണത്. ആ പ്രചരണത്തിലൊന്നും ജനങ്ങൾ വീഴാൻ പോകുന്നില്ല. അവരുടെ സ്ഥാനാർത്ഥികളെക്കാൾ വള്ളപ്പാട് മുമ്പിലാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ. അവരെ ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളെ എടുത്തു നോക്കുമ്പോൾ അത് ബോധ്യപ്പെടും. ഞാൻ ആരെയും വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. മികച്ച ടീമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരും വടകരയും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയത്. അപ്പോൾ അതെല്ലാം ജനങ്ങൾ വളരെ കൈനീട്ടി സ്വീകരിക്കുകയുണ്ടായി. അപ്പം അതുകൊണ്ട് വളരെ നല്ല കാൻഡിഡേറ്റ്സ് എന്നുള്ള നിലയിലുള്ള പ്ലസ് പോയിന്റ് അവർക്ക് ലഭിക്കും. 2, ഭരണത്തെയാണ് ആളുകൾ വിലയിരുത്തുന്നത്, പ്രതിപക്ഷത്തെ എന്തിനാണ് വിലയിരുത്തുന്നത്? പെർഫോം ചെയ്യുന്ന ഭരണത്തെ അല്ലേ വിലയിരുത്തുന്നത്. ആ ഭരണത്തിന്റെ വിലയിരുത്തലിൽ ഈ ഗവൺമെന്റിന് ആരും 10 മാർക്ക് പോലും കൊടുക്കാത്ത അവസ്ഥയാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ശമ്പളം മാസം തോറും രാജഭരണകാലത്ത് പോലും ശമ്പളം കൃത്യമായി കൊടുത്തിരുന്നു. 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നില്ല. റിട്ടയർ ചെയ്തവരുടെ ജീവനക്കാർക്ക് പെൻഷനില്ല. 21% DA കുടിശ്ശിക, ലീവ് സറണ്ടർ, ഇതെല്ലാം നമ്മൾ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമല്ലേ. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. എല്ലാത്തിനും നികുതി കൂട്ടി, ബസ് ചാർജ് കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, വെള്ളത്തിന് കരം കൂട്ടി. രമേശ് ചെന്നിത്തല, താങ്കൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആത്യന്തികമായി കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൃഷ്ടിക്കുന്ന അജണ്ടകൾ ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മംഗല്യസൂത്രം നഷ്ടപ്പെടും എന്ന് പറയുന്നു. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന്, അതായത് കൂടുതൽ മക്കൾ ഉണ്ടാക്കുന്ന വിഭാഗത്തിന് എന്ന് വെച്ചാൽ പരോക്ഷമായി മുസ്ലിം വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന നിലയിൽ അവർക്ക് നിങ്ങളുടെ വിഭവങ്ങൾ, അതായത് പട്ടികജാതിക്കാരുടെ വിഭവങ്ങൾ എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കച്ചിത്തീവ്, ദ കേരള സ്റ്റോറി, അങ്ങനെ നിരവധി മട്ടൻ കറി, മീൻ പൊരിച്ചത്, അങ്ങനെ നിരവധി വൈകാരികമായി ഒരുപക്ഷെ ധ്രുവീകരിക്കുന്ന വിഷയങ്ങളാണ് പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മതിയായ പെരുമാറ്റച്ചട്ടം ഇവിടെ നടപ്പിലാക്കപ്പെടുന്നുണ്ടോ രമേശ് ചെന്നിത്തല? മതിയായ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലതും കണ്ടില്ലെന്നടിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി വാസ്തവത്തിൽ ഉന്നയിക്കേണ്ടത് എന്താണ്? തന്റെ ഭരണ നേട്ടം, 10 വർഷത്തെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, അതാണ് ഒരു പ്രധാനമന്ത്രി പറയേണ്ടത്. നരേന്ദ്രമോദി വലിയ ഭയപ്പാടിലാണ് നികേഷ്. കാരണം ഇന്ത്യ മുന്നണിക്ക് നല്ല വിജയസാധ്യത 1-ാം ഘട്ടം കഴിഞ്ഞപ്പം രൂപപ്പെട്ടു വരികയാണ്. 2-ാം ഘട്ടത്തിൽ വരുമ്പോൾ അത് കൂടും. ഓരോ ഘട്ടം കഴിയും തോറും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ വർദ്ധിക്കുകയാണ്. BJPയുടെ പ്രതീക്ഷകൾ ഇടിയുകയാണ്. അത് കണ്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്, ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനാണ് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള വളരെ തരം താഴ്ന്ന ഒരു പ്രവർത്തന ശൈലിയും പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അത് പോളറൈസേഷന് വേണ്ടിയിട്ടാണ്. അതൊന്നും കേരളത്തിൽ ബാധിക്കാൻ പോകുന്ന കാര്യമേ അല്ല. കേരളത്തിലെ ജനങ്ങൾ വളരെയേറെ വിദ്യാസമ്പന്നരായ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ വിവേകമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മോഡിയുടെ ആ പ്രസ്താവനയോടുകൂടി തന്നെ മൈനോറിറ്റീസിനുള്ളിൽ, മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ കടുത്ത ഐക്യം ഉണ്ടായിരിക്കുന്നു. ആരാണ് മോഡിയെ നേരിടാൻ കഴിയുന്നത്? ആരാണ് മോഡിക്കെതിരെ ബദലുണ്ടാക്കാൻ കഴിയുന്നത്? 40 സീറ്റ് താഴെ മാത്രം മത്സരിക്കുന്ന CPM-ന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് കോൺഗ്രസിനും UDF-നും അനുകൂലമായ വോട്ട്
ഉണ്ടാകാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ശരി, വളരെ നന്ദി ശ്രീ തെരഞ്ഞെടുപ്പ് രമേശ് കമ്മീഷൻ ചെന്നിത്തല. സംസ്ഥാനത്തെ പ്രചാരണ സമിതി അധ്യക്ഷൻ കൂടിയാണ്, പ്രവർത്തക സമിതി അംഗമാണ്, മുൻ പ്രതിപക്ഷ നേതാവാണ്. നന്ദി സഹകരിച്ചതിന്. ഇപ്പോൾ